എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നേരെ പോവുകയാണ് ഡൽഹി ഗേറ്റിലോട്ട്. 1638 ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ചതാണ് ഡൽഹി ഗേറ്റ്. ഏകദേശം 400 വർഷം പഴക്കമുണ്ട് ഈ കോട്ടയ്ക്ക്. റെഡ് ഫോർട്ടിന് സമീപം ഏകദേശം 7ഓളം കവാടങ്ങൾ ഇത്തരത്തിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. മുഗൾ രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു അന്ന് ഇന്ത്യ. ഇന്ന് കാണുന്ന പല കോട്ടകളും അതുപോലെ തന്നെ ഗേറ്റുകളും എല്ലാം തന്നെ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാൻ നിർമ്മിച്ചതാണ്. ആ കാലഘട്ടത്തിൽ ഡൽഹി ജുമാ മസ്ജിദിലേക്ക് പോകാനായിട്ടൊക്കെ ഈ ഡൽഹി ഗേറ്റാണ് ഉപയോഗിച്ചിരുന്നത്. ഈ കവാടത്തിന് ചുറ്റുഭാഗമായിട്ട് മാർക്കറ്റുകളായിരുന്നു. ഇന്നിപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ദരിയാഗഞ്ച് ഈ ഭാഗം ഇന്ന് ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പുസ്തകങ്ങളുടെ വിൽപ്പനാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. സ്കൂൾ തുറക്കുമ്പോഴേക്കും നോട്ട്ബുക്കുകളും ബാഗ്, കൊട, പെൻസില്, റബ്ബർ, ജോമെട്രി, ഡ്രോയിങ് ബുക്സ്, അതുപോലെ തന്നെ പസിൽസ് എല്ലാം തന്നെ ഇവിടെ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാണ്. നമ്മുടെ ക്ലാസ്മേറ്റ്സും മറ്റ് നോട്ട്ബുക്കുകളൊക്കെ അത്രയും വില വാങ്ങുമ്പോൾ ഇവിടെ വളരെ കുറഞ്ഞ വിലയ്ക്ക്, അതായത് 1 കിലോ നോട്ട്ബുക്കിന് 120 രൂപയാണ് വരുന്നത്. ഏകദേശം 1 കിലോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ബുക്കാണെങ്കിൽ 4 ബുക്ക് 5 ബുക്ക് ഉണ്ടാവും. വലിയ ബുക്കാണെങ്കിൽ 2 ബുക്ക് 3 ബുക്ക് ഉണ്ടാവും. ലൂസ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടും. 1 2 അല്ലെങ്കിൽ 3 4 പുസ്തകം വേണമെങ്കിൽ വാങ്ങാം. അതുകൂടാതെ നമുക്ക് ബൾക്കായിട്ട് 10 20 കിലോ 30 കിലോ ഒക്കെ പുസ്തകങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലാഭമാണ്. 1 2 വീട്ടുകാരൊക്കെ ഒന്നിച്ചു കൂടി അങ്ങനെ വാങ്ങിപ്പോകുന്നവരുണ്ട്. കൂടാതെ വലിയ വലിയ ഷോപ്പുകൾ അത് വന്നിട്ട് വാങ്ങുന്നവരുണ്ട്. അല്ലാതെ സ്കൂളുകളിൽ നിന്ന് ഒരുമിച്ച് കുറേ പുസ്തകങ്ങൾ വാങ്ങുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിൽ ബൾക്കായിട്ട് വാങ്ങുമ്പോഴാണ് ഇതിൻ്റെ കുറച്ചും കൂടി നമുക്ക് ലാഭമായിട്ട് നമുക്ക് തോന്നുക. വലിയ വലിയ റൈറ്റേഴ്സിൻ്റെ ബുക്സുകളും ഒക്കെ ഉണ്ട്. ഓട്ടോബയോഗ്രഫി ഉണ്ട്, ഡ്രോയിങ് ബുക്സ് ഉണ്ട്, കളർ ബ്രഷ് ഉണ്ട്, പെയിൻറ്റിങ് ബ്രഷുകളുണ്ട്, പിന്നെ പെയിൻറ്റിങ് സ്റ്റാൻഡ് ഉണ്ട്, പസിൽസ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള, വായന ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ പുസ്തകം ആവശ്യമുള്ളവരൊക്കെ ഈ കമൻറ്റ് ഇട്ടാൽ മതി. നമ്മൾ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമായ പുസ്തകങ്ങളൊക്കെ എത്തിക്കാനും അതിനുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതാണ്. നമ്മളുടെ പ്രിയപ്പെട്ട കവിയായിരുന്ന കുഞ്ഞുണ്ണി മാഷ് പറയാറുണ്ടായിരുന്നു, അതായത് വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ഈ വാക്ക് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ പഠിക്കാനും അല്ലെങ്കിൽ പഠിപ്പിക്കാനും ആഗ്രഹമുള്ളവരെല്ലാവരും തന്നെ പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളും വളരെ സുലഭമാണ്. അപ്പോൾ വായന ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.